എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പാർട്ട് 19 ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ നമ്മൾ കൊടുത്തിട്ട്, അതായത് നമ്മുടെ ഡേറ്റാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റയിൽ ഒരു ഹെഡിങ് ആണ് കാണുന്നത്, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ ഉള്ളത്. ഇവിടെ നമുക്ക് ആരോ മാർക്ക് വരും, അതാണ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഈ ഫിൽറ്റർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു റേഞ്ച് ഓഫ് ഡേറ്റ ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയ, അതായത് ക്രൈറ്റീരിയയുടെ ബേസിൽ നമുക്ക് ഡേറ്റാസ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, 4,000 സാലറി ഉള്ളവരുടെ ഡീറ്റെയിൽസ് മാത്രം, അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലുള്ള ഡീറ്റെയിൽസ് മാത്രം. അങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഡേറ്റ മെനുവിലാണ് ഫിൽറ്റർ ഉള്ളത്. ഡേറ്റ മെനുവിൽ ഫിൽറ്ററിൽ നമുക്ക് സെലക്ട് ചെയ്താൽ മതി ഫിൽറ്റർ. അപ്പോൾ ഫിൽറ്റർ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡേറ്റാസ് സെലക്ട് ചെയ്യാം, നമ്മൾ ഫിൽറ്റർ കൊടുക്കാം. നമുക്ക് ഫിൽറ്റർ പോകണമെങ്കിൽ നമുക്ക് വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ഫിൽറ്റർ പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഷോർട്ട് കട്ട് കീ വേണമെങ്കിൽ Ctrl+Shift+L, കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്തിട്ട് എല്ലും കൂടി നമുക്ക് പ്രസ് ചെയ്താൽ നമുക്ക് ഫിൽറ്റർ ഷോർട്ട് കട്ട് കീ ആണ്. Ctrl+Shift+L, അതാണ് ഫിൽറ്ററിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇനി നമുക്ക് ഫിൽറ്റർ എടുക്കുമ്പോൾ നമുക്ക് ഓരോ കോളത്തിനും നമ്മൾ ഫിൽറ്റർ സെറ്റ് ചെയ്തിരിക്കുക. ഇപ്പം നമുക്ക് നെയിം വെച്ച് ഇത് സെലക്ട് ഓൾ കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാം സെലക്ഷൻ വരും. അതിൽ നമുക്കിപ്പോൾ അബിൻ്റെയും ബിജുവിൻ്റെയും മാത്രം ഡീറ്റെയിൽസ് എടുത്താൽ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ ഈ നെയിം എന്ന ഫിൽറ്ററിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിപ്പോൾ ഇവിടെ സെലക്ട് ഓൾ കൊടുക്കുമ്പോൾ എല്ലാം വരും. അത് വേറെ ഏതെങ്കിലും ഒരു കോളത്തിൽ കൊണ്ട് സെലക്ട് ഓളൊന്നും കൊടുത്താൽ നമുക്ക് വരത്തില്ല. അപ്പോൾ ഈ ഫിൽറ്ററിൽ തന്നെ, ഈ ആരോയിൽ തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ ഫിൽറ്റർ കൊടുത്താലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ നമുക്ക് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ അക്കൗണ്ട് സെക്ഷൻ, അക്കൗണ്ടിങ്ങിൻ്റെ മാത്രം നമുക്ക് വേണമെങ്കിൽ നമ്മൾ അക്കൗണ്ട്സ് മാത്രം സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, സെലക്ട് കൊടുക്കുക, സെലക്ട് വരും. ഇങ്ങനെ നമുക്ക് നമ്പർ, ഇത് നെയിം ഉണ്ട്, നമുക്ക് നമ്പർ ബേസിലും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാലറി ഡീറ്റെയിൽസ് എടുക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാം. അത് കൂടാതെ നമുക്ക് സോർട്ട് ചെയ്യാം. പിന്നെ നമ്പർ ഫിൽറ്റേഴ്സ് ഉണ്ട്, ക്രൈറ്റീരിയ ബേസ് ചെയ്ത് നമുക്ക് ഓരോന്ന് ഫൈൻഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്പർ ഫിൽറ്ററിൽ ഈക്വൽസ്, ഇപ്പോൾ 4,000 ഓക്കെ കൊടുക്കുമ്പോൾ 4,000 മാത്രം ഡേറ്റാസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അതുപോലെ തന്നെ നമുക്ക് ഡസ് നോട്ട് ഈക്വൽസ് ഉണ്ട്, ഈക്വൽ അല്ലാത്തത്, അതായത് ഇപ്പോൾ നമ്മൾ ഡസ് നോട്ട് ഈക്വൽ 4,000 തന്നെ കൊടുക്കാം. അപ്പോൾ 4,000 ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്കതിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇത് ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. ഫുള്ള് വേണമെങ്കിൽ നമ്മൾ സെലക്ട് ഓൾ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 5,000 കൊടുക്കാം. ഗ്രേറ്റർ ദാൻ സിമ്പിളൊന്നും വേണ്ട, നമ്മൾ 5,000 മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഉണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ 5,000 കൊടുക്കുക, ഓക്കെ കൊടുക്കുമ്പോൾ 5,000 എബവ് സാലറി ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൂടി നമുക്ക് കൊടുക്കാം. ഈക്വൽ ടു അപ്പോൾ 5,000 കൂടി നമുക്ക് ഡിസ്പ്ലേ ചെയ്തുമ്പോൾ 5,000 വന്നിട്ടില്ല, 5,000 കൂടി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. അതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിറ്റ്വീൻ. ഇപ്പോൾ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5,000 6,000 ബിറ്റ്വീൻ ഇടയ്ക്കുള്ളത് നമുക്ക് വന്നെങ്കിൽ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് 5,000 എബവും വന്ന് 600 ലെസ് ദാൻ 6,000 ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ 5,000 6,000 ഇടയ്ക്കുള്ളത് മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എബവ് ആവറേജ്, അതായത് എബവ് ആവറേജ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു ആവറേജിന് മുകളിലുള്ളത്, ടോപ്പായിട്ടുള്ള ആവറേജ് ഏകദേശം നല്ലൊരു സാലറി ഉള്ള വ്യക്തികൾ 10 പേരുടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഫിൽറ്റർ ചെയ്യാന്ന് പറയുന്നത്. ഇത് നമ്പേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമുക്ക് നെയിമിൻ്റെ ബേസിൽ വേണമെങ്കിൽ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നെയിം ബേസിൽ വേണമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് അക്കൗണ്ട്സിന് മാത്രം അല്ലെങ്കിൽ അങ്ങനെ അഡ്മിൻ മാത്രം അല്ലെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യാം, സോർട്ട് ചെയ്യാം. ഇപ്പോൾ നെയിമിൻ്റെ ബേസിൽ ഓരോന്ന് നമുക്ക് സോർട്ട്, ഇപ്പോൾ നെയിമിൻ്റെ ബേസിൽ നമുക്ക് സോർട്ടിന് A to Z സോർട്ട് ചെയ്യാം. അപ്പോൾ Z-A, സിബ, സാജു, അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും A to Z. ഇനി ഇതിൽ
നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്ത് നമുക്ക് കുറേ ടെസ്റ്റിൻ്റെ ഫിൽറ്റർ ഉണ്ട്. ഇതുണ്ട് ഈക്വൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അക്കൗണ്ട്സ് മാത്രമല്ല മാർക്കറ്റിങ്ങിനാണെങ്കിൽ MKTG മാർക്കറ്റിംഗ്സിൻ്റെ മാത്രം ഡിസ്പ്ലേ ചെയ്തു MKTG. പിന്നെ ബിഗിൻസ് വിത്ത് ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗിൻസ് വിത്ത്. ഇപ്പോൾ അക്കൗണ്ട്സ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന എ വെച്ചിട്ടുള്ള ലെറ്റേഴ്സ് കണ്ട് അക്കൗണ്ട്സ്. ഇത് നമുക്കിപ്പോൾ നെയിമിൻ്റെ ബേസ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പോൾ നെയിം 6 വെച്ചിട്ടുള്ള നെയിംസ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. ഓരോ കോളത്തിനും ഓരോ ഫിൽറ്ററിൻ്റെ ആ ഫിൽറ്ററിലാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ബിഗിൻസ് വിത്ത് അല്ലെങ്കിൽ എൻഡ് വിത്ത്. ഇപ്പോൾ എൻഡ് വിത്ത് എ കൊടുക്കുകയെന്ന് വിചാരിക്കാം. എയിൽ എൻഡ് ചെയ്യുന്ന അതായത് മീൻസ് ദീപ എയിൽ എൻഡ് ചെയ്യുന്ന ലെറ്റേഴ്സ്, എയിലെല്ലാം എൻഡ് ചെയ്യുന്ന ലെറ്റേഴ്സ്. അപ്പോൾ ഇതാണ് നമുക്ക് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഫിൽറ്റർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ നമുക്കൊരു ചെറിയ വർക്ക്ഷീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷീറ്റ് 2ലാണ് വർക്ക്ഷീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതൊന്ന് ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിൽറ്റർ ഓൾ എംപ്ലോയീസ് ദോസ് ഫ്രം UAE. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിൽറ്റർ സെറ്റ് ചെയ്യാം. ഫിൽറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം എംപ്ലോയി ഫിൽറ്റർ ഓൾ എംപ്ലോയീസ് ദോസ് ഫ്രം UAE. അപ്പോൾ UAE എടുക്കുന്ന കൺട്രിയിലാണ്. അപ്പോൾ UAE മാത്രം സെലക്ട് ചെയ്യാം. ഇനി ഇതിൽ തന്നെ നമുക്ക് സെലക്ട് ഓൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഫുള്ള് വരുന്നത്. നെക്സ്റ്റ് ഫിൽറ്റർ ഓൾ എംപ്ലോയീസ് ഹൂസ് കൺട്രി ഫ്രം ഇന്ത്യ ആൻഡ് സിറ്റി ഇൻ കാലിക്കറ്റ്. അപ്പോൾ കൺട്രി ഇന്ത്യയിൽ സെലക്ട് ചെയ്യാം. ഇന്ത്യ, സിറ്റി കാലിക്കറ്റ് മാത്രം മതി. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇന്ത്യയിൽ കാലിക്കറ്റ് സിറ്റിയിൽ മാത്രം നമുക്ക് സെലക്ട് ചെയ്താണത്. നെക്സ്റ്റ് ഫിൽറ്റർ ഓൾ എംപ്ലോയീസ് ഹൂസ് സാലറി ലെസ് ദാൻ 5,000. നമ്പർ ഫിൽറ്ററിൽ അപ്പോൾ സാലറി ഫിൽറ്റർ ഇതെടുക്കണം, കോൾ എടുക്കണം. നമ്പർ ഫിൽറ്ററിൽ ലെസ് ദാൻ 5,000 മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. നെക്സ്റ്റ് ഫിൽറ്റർ ഓൾ എംപ്ലോയി ഹൂസ് സാലറി ബിറ്റ്വീൻ 5,000 and 6,000. സാലറി ഇതിൽ തന്നെയാണ്. നമ്പർ ഫിൽറ്ററിൽ ബിറ്റ്വീൻ 5,000 and 6,000 നമുക്ക് അതിൽ സെലക്ട് ഓൾ കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് ഫിൽറ്റർ ഓൾ എംപ്ലോയീസ് ഹൂസ് നെയിം ബിഗിൻ വിത്ത് P. അപ്പം നെയിം കോൾ കൊടുക്കുക. നെയിമാണ് ചോദിച്ചിരിക്കുന്നത്, നെയിം കോൾ കൊടുക്കുക. Pയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിഗിൻസ് വിത്തിൽ സെലക്ട് ചെയ്യുക. എൻഡ് ആണെങ്കിൽ എൻഡ് വിത്തിൽ സെലക്ട് ചെയ്യുക. നമ്മളോട് പറഞ്ഞിരിക്കുന്ന P ആണ്. P. ഓക്കെ, P വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എല്ലാം വന്നിട്ടുണ്ട്. സെലക്ട് ഓൾ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് ഇത് നമ്മൾ പഠിച്ചതാണ്. ഷീറ്റ് 1. ഷീറ്റ് 2 ആണ് നമ്മൾ വർക്ക്ഷീറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫിൽറ്റർ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.